In the hustles of daily life, it's easy for our homes to become source of stress rather than sanctuaries. ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഇവിടെയും കാണുന്ന എല്ലാ സ്ഥലത്തും എന്തൊക്കെയോ സാധനങ്ങൾ വീണ് കിടപ്പുണ്ടാവും. സത്യം പറഞ്ഞാല് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമെന്ന്. അതായത് എന്റെ വർക്കിംഗ് ഡെസ്ക് ആയിക്കോട്ടെ, ഡ്രോയർ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക, പിന്നെ ഫ്രിഡ്ജിലെ സാധനങ്ങളെല്ലാം ഒന്ന് പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷേ നടക്കുന്നില്ല. അത് ചിന്തിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ക്ഷീണാവും. ഒരു കുഞ്ഞുള്ളൊരു വീടാണെങ്കിൽ ഒന്നും പറയേ വേണ്ട അല്ലേ. നിലത്ത് ഏത് കോർണറിൽ നോക്കിയാലും സാധനങ്ങൾ അവിടെ എന്തായാലും ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും സ്ട്രെസ് ഉണ്ടാവുന്നത് നമുക്ക് ഇങ്ങനെ ക്ലട്ടേർഡ് ആയിട്ട് വീട് കാണുമ്പോൾ. നേരെ മറിച്ച് ക്ലീൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീടാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്നേക്കാളും കൂടുതൽ സമാധാനവും സന്തോഷം കിട്ടും. നമ്മുടെ മെന്റലി തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് കിട്ടുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാം കൂടി എങ്ങനെയാ ചെയ്യുക, മൊത്തത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യുക, ആ ഒരു തോട്ട് തന്നെ നമ്മളെ ചിലപ്പോൾ ഒരു പക്ഷെ ഡിമോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഉണ്ടെങ്കിലോ, നമ്മുടെ എനർജി ഡ്രെയിൻ ആവാതെ, അധികം സമയം ചെലവാക്കാതെ, അധികം നമ്മുടെ മെന്റൽ സ്ട്രെസ് കൊടുക്കാതെ, അതിനായിട്ട് സമയം ചെലവാക്കാതെ എല്ലാം കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്ക് ഉണ്ടെങ്കിൽ സൂപ്പർ അല്ലേ. ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ക്ലീൻ ആൻഡ് മാനേജബിൾ ആയിട്ടുള്ള ഒരു വീട് വേണമെങ്കിൽ എന്നും ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ ഫുൾ ഡേ അതിന് വേണ്ടി ചെലവാക്കുന്ന ഒരു ആവശ്യവുമില്ല. ഇൻഫാക്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലേ സമാധാനത്തിനേക്കാളും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ് 1% റൂൾ എന്ന് പറയുന്നത്. 1% റൂൾ എന്താന്ന് വെച്ചാല്, നമ്മൾ ചെയ്യുന്ന ഇപ്പൊ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ചെയ്യാതെ ഒരു 1% ആയിട്ട് ചെയ്യുക. അതായത് കുറച്ച് ചെയ്യുക. ഇപ്പൊ ഒരു മൊത്തം ഒരു ഡെസ്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുക, അതൊരു ഡ്രോയർ മാത്രം ക്ലീൻ ആക്കുക. പിന്നെ കിച്ചൺ ക്യാബിനറ്റ്സ് ആണെങ്കിൽ മൊത്തം അലങ്കോലായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു ക്യാബിനറ്റ് ഒരു ദിവസം ക്ലീൻ ചെയ്യുക. പിന്നെ വേറൊരു സംഭവം ഇവിടെ നമുക്ക് ഹാബിറ്റ് സ്റ്റാക്കിങ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഫോർ എൻ എക്സാമ്പിൾ കുക്കിംഗ് ഡെയിലി ചെയ്യുന്ന ഒരു സംഭവമാണ്. കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സൈഡ് ബൈ സൈഡ് ക്യാബിനറ്റ് ഒന്ന് ഒതുക്കി വെക്കുക, ഈ സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് അങ്ങനെയൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ടൈമിൽ തന്നെ പാത്രം ഒന്ന് കഴുകി വെക്കുക. അത് 1% റൂളാണ്. അതായത് മൊത്തത്തിൽ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, നമ്മൾ ഭയങ്കര ഡ്രെയിൻഡ് ആയി പോകും. അതിന് പകരം നമ്മൾ ഈ ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരത്തില്ല. അതേപോലെ തന്നെ മിക്ക വീടുകളിലും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ തുണി മടക്കി വെക്കുന്ന ഒരു സംഭവം. അത് ഡെയിലി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും ബേർഡൻ ആയിട്ട് വരത്തില്ല. അതല്ല, നമുക്ക് ഒത്തിരി ചെയ്യാനുണ്ട്, കുറെ നാളായിട്ട് ചെയ്യാനുണ്ട് ഒരു സാഹചര്യം കൊണ്ട്. അതും നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് അത് വരത്തില്ല. ഈ ഒരു പ്രിൻസിപ്പൽ ഏതിലും അപ്ലൈ ചെയ്യും. അതായത് ക്ലീനിങ് ആയിക്കോട്ടെ, ലോണ്ട്രി പറഞ്ഞ മാതിരി, ഡ്രസ്സിന്റെ കാര്യം, റൂമിന്റെ ഒതുക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ഷൂ റാക്ക് ഒതുക്കുന്നത് സംഭവം, അതൊക്കെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ 1% എവറി ഡേ നമ്മുടെ വീട് ക്ലീൻ ആക്കി വരും. അപ്പം എൻഡ് ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്ത് വലിയ വീടാന്ന് വിചാരിച്ചോ, നമുക്ക് എന്താ ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാൽ ക്ലീൻ ആൻഡ് നല്ല പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വീട് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഡെയിലി 1% ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരു ബേർഡനും ഉണ്ടാവില്ല. നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സമാധാനവും സന്തോഷമായിട്ട് നമുക്ക് നിൽക്കാനും പറ്റും. ചിലപ്പോഴേക്കും എനിക്ക് മനസ്സിലാവും നമുക്ക് അധികം സ്പേസ് കാണത്തില്ല. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച മാതിരി എനിക്ക് ഡൈനിങ് ടേബിളിൽ കുറച്ച് സാധനങ്ങൾ വെച്ചേ പറ്റുള്ളൂ. ബിക്കോസ് ഞാൻ ഇവിടെ ടെമ്പററിലി ആണ് നിൽക്കുന്നത്. അധികം എന്താ പറയുക, സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒതുക്കി വെക്കുവാണെങ്കിൽ, ഇപ്പൊ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ അപ്പൊ തന്നെ ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നീട് നമുക്ക് അതൊരു എന്താ പറയാ, കംപ്ലീറ്റ്ലി ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ട് അതൊന്നും തോന്നത്തില്ല. അപ്പം ഇങ്ങനെ ഡെയിലി 1% ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എസ്പെഷ്യലി വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇതിനായിട്ട് സമയം മാറ്റി വെക്കുന്ന ഒന്നും നടക്കൂല. ആകെ ലീവ് കിട്ടുന്ന സാറ്റർഡേ സൺഡേ ആയിരിക്കും. അപ്പൊ ആ ഒരു ദിവസം ക്ലീനിങ്ങിന് വേണ്ടി ചെലവാക്കിയാല് നമുക്ക് ഒരു സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഡെയിലി വർക്കിംഗ് ഡേയ്സിൽ തന്നെ 1% ആയിട്ട് ഡെയിലി ചെയ്യുമ്പോൾ നമുക്ക് ബേർഡനായിട്ട് തോന്നത്തുമില്ല. തനിയെ വീട് അങ്ങ് ക്ലീൻ ആയി പോവുകയും ചെയ്യും. നമുക്ക് അതിനു വേണ്ടി ഇങ്ങനെ ചിന്തിച്ചിട്ട് സമയം ചെലവാക്കുന്ന ആവശ്യം വരത്തില്ല. മോർ ദൻ ദാറ്റ്, ചിലപ്പോഴേക്കും ഉണ്ടല്ലോ ചില സംഭവങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തുണി മടക്കി വെക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അത് ചിന്തിക്കുന്ന സമയം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ആ സമയത്ത് അത് ചിന്തിക്കാതെ ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കാതെ അത് പോയി ചെയ്യുക. അപ്പം നമുക്ക് വലിയ ബേർഡൻ ആയിട്ട് തോന്നത്തുമില്ല, സന്തോഷവും സമാധാനവും ഉള്ള ഒരു വീടും കിട്ടും.
ഈ ഒരു വീഡിയോ കൂടെ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് എനിക്ക് കുറച്ച് ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ഒതുക്കി കഴിഞ്ഞ് അപ്പൊ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബേസിക് രാവിലെ കുടിക്കുന്ന ഒരു ഡിറ്റോക്സിഫിക്കേഷൻ ജ്യൂസ് ഇടയ്ക്ക് കുടിക്കലുണ്ട്. ABC ജ്യൂസ് ആണ് കൂടുതലും. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ബീട്രൂട്ട് ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റും ആപ്പിളും വെച്ചിട്ടാണ് അടിച്ചു കുടിക്കുന്നത്. ദിസ് റിയലി ഗുഡ്. രാവിലെ തന്നെ ഇങ്ങനെ മധുരം ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഓബ്വിയസ്ലി നമ്മുടെ ആപ്പിളിൽ അതിന് മധുരം ഉണ്ട്. രാവിലെ വെറും വയറ്റിൽ ഇങ്ങനെ ജ്യൂസസ് ഇതുമാതിരി കുടിക്കുന്ന നല്ലതാണ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഹെൽപ്ഫുൾ ആയിരുന്നു തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.